മിസ്റ്റർ സ്റ്റീവൻ ഫോൺ കിട്ടി. ആദ്യം തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഹലോ ഓക്കെ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് രാഹുലും നീതുവും. രാഹുലാണ് ഇതിൻ്റെ സംവിധായകൻ, നീതു ഇതിൻ്റെ റൈറ്ററാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ പല സിനിമകളും ചർച്ച ചെയ്യുകയും എൻ്റെ പല സിനിമകളിലും ഞാൻ ചെയ്യാനിരിക്കുന്ന പല സിനിമകളിലും എൻ്റെ എഴുത്തിലൊക്കെ സഹായിച്ച ആളാണ് നീതു. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഒരു സഹോദരനെ പോലെയാണ് രാഹുലും. നീതു ആയിക്കോട്ടെ ഒരു സഹോദരിയെ പോലെയാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ 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 പ്രിയപ്പെട്ടതാണ്. ഒപ്പം ഇതിൽ അഭിനയിക്കുന്നത് ഈ മോഷൻ പോസ്റ്ററിലൂടെ മനസ്സിലാക്കണം, ഒരു ഹൊറർ ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. അപ്പം ഹീറോ ഒന്നുമല്ല, പക്ഷേ ഉർവശി ചേച്ചിയും നവ്യയുടെയും കൂടെ ഒരു ചെറിയ വേഷം ഇതിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. നവ്യ ആണ് ആക്ച്വലി ഇതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നവ്യയിലേക്ക് വരാം. അതൊക്കെ ഇതൊരു മൊമെൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇത് ഗഫൂർക്ക ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്, കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇവരൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധവും പരിചയമാണ്. അപ്പോൾ എന്തായാലും കാസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ ബാക്കി നവ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉർവശി ചേച്ചി, റോണി ചേട്ടൻ, ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സിദ്ധാർത്ഥ് വരദൻ, മധുചേട്ടൻ, വിഷ്ണു, അങ്ങനെ വളരെ മിസ് ചെയ്തു പോലും ഇല്ല. ഇത്രയും ആൾക്കാർ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു കാസ്റ്റും ക്രൂ ആണ്. ടെക്നീഷ്യന്മാരൊക്കെ എനിക്ക് പരിചയം കുറച്ച് പേര്. ക്യാമറമാനൊക്കെ ചെന്നൈയിൽ നിന്നല്ലേ. അപ്പോൾ മ്യൂസിക് അരുൺ ഇല്ലേ? അരുൺ ആണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ എന്തായാലും തിരക്കേടില്ലാത്തൊരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഈ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ അവരോടുള്ള നന്ദി പറച്ചിലാണ് ഇനി അടുത്തുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയുണ്ടായി. ആ സിനിമയിൽ എനിക്ക് പരിചയമില്ലാത്തതും എനിക്കറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ആ സിനിമയിലൂടെ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരാളാണ്. ആ സിനിമ സ്പാ. അഭിനയിച്ച ആള് മേജർ രവി. പോയോ? എന്നോട് നിർബന്ധിച്ച് കാണാൻ പറഞ്ഞതാണ് കുടുംബത്തോടൊപ്പം. ഞാൻ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആ പടം കണ്ടു തുടങ്ങി. പിന്നെ നിർബന്ധിച്ചു. ഞാൻ കണ്ടു. അറിയാത്തതും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൽ അറിയാനുണ്ടായിരുന്നു, മനസ്സിലാക്കി. അതിൽ എനിക്ക് കണ്ടതിൽ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഏറ്റവും മാസ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ എൻട്രി ഞാൻ കണ്ടതിൽ. തിയേറ്ററിലായിരുന്നു ഞാൻ ചിലപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് കൈയടിച്ചു പോയത്. ഇവിടെ മൈനേഴ്സിന് ഇതില്ല എന്ന് പറയുമ്പോൾ ഒരു വെടി ശബ്ദത്തോടുകൂടി മേജർ അങ്കിളിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് ഗംഭീരം എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം ഇല്ല. നിർബന്ധിച്ച് കാണിപ്പിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞേ പറ്റൂ. താങ്ക് യു ഫോർ കമ്മിങ്. അടുത്തതായിട്ട് പടം കണ്ടല്ലേ? പടം കണ്ടു. ഒരു ഹാപ്പി സന്തോഷമുണ്ട് അവിടെ. ഹാപ്പി എൻഡിങ്, ഒരു സന്തോഷം. പടം കണ്ടു. സ്റ്റീവൻ പടം കണ്ടു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള്, 2019 ഞാനും അജുവും വിശാഖും കൂടെ നിർമ്മിച്ച സിനിമ, ഞാൻ ഡയറക്റ്റ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങൂലോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മുന്നേ വരെ, തലേ ദിവസം വരെ പ്രശ്നമായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഒത്തുകൂടാറുള്ള സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരാളാണ് സന്ദീപേട്ടൻ. കാരണം അതിൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പടത്തിലൊരു ആനിമൽ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ 2-3 പട്ടികളെ ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് ഡൽഹിയിൽ പോയിട്ട് വേണം ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അങ്ങനെ സന്ദീപേട്ടൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ആ സിനിമ ഇറങ്ങില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൂടെ മത്സരിച്ച സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ബ്രദേഴ്സ് ഡേ, രാജുവങ്ങളുടെ ഫൈനൽസ്, പിന്നെ അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടൻ്റെ, ലാൽ സാറിൻ്റെ ഇട്ടിമാണ്. സന്ദീപേട്ടന് ലിസ്റ്റിൻ സ്റ്റീഫനോടുള്ള വെറുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു സന്ദീപേട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. എന്താണെന്ന് അറിയില്ല. സന്ദീപേട്ടൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരുന്നു.
ഒരേ കമ്മിറ്റിയിലുള്ള ഒരേ അസോസിയേഷനിലെ ആൾക്കാർക്കിടയിലുള്ള എന്തോ പ്രശ്നം കൊണ്ടാവാം സന്ദീപേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തന്ന സന്ദീപേട്ടനെ ഈ അവസരത്തിൽ ഈ വേളയിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് എന്ന് പറയുന്നത് എൻ്റെ മെന്ററും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിനിടക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിനു മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. ഏത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു. അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിന്, കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ പവർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബിനാമി, നിങ്ങളുടെ ബിനാമിയാണ്. റോണി ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അപ്പൊ അതിനിടയിൽ പല ചർച്ചകൾക്കൊടുവിൽ അജു എന്നോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ, എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു, അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവും. ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇതറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ല വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇറക്കിക്കൊണ്ടുവരും, ബെയിലിൽ ഇറക്കും. ദിലീപേട്ടൻ നമ്മൾ ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ വിചാരിച്ച സാധനം എന്ന് വെച്ചാൽ, ഒരിക്കലും അതിനിടയിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുവാണെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛനൊരിക്കലും ആവാതിരുന്നതിന്റെ കാരണം നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരുന്നു. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയോ ഒതുങ്ങിക്കൂടാനിരുന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എൻ്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. അടുത്തതായിട്ട് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും
പ്രിയ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെക്കുറിച്ച്, റിവ്യൂവർ എല്ലാവർക്കും അറിയാം, അശ്വന്ത്, എന്നെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് എന്നെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നറിഞ്ഞ് ഞാൻ ഫോൺ എടുത്തപ്പോൾ അളിയനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം ആനന്ദാശ്രുവെ പൊഴിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതോ ഒരു മരപ്പൊട്ടൻ പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പം ഞാൻ ചോദിച്ചു, അളിയൻ സിനിമയൊന്നും പ്രൊഡക്ഷനൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അളിയൻ, ഞാനിപ്പോൾ അടുത്ത കാലത്ത് തിയേറ്റർ വ്യവസായത്തിലേക്ക് ഉള്ളി ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു അതിനുശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും ഇപ്പം സിനിമയുടെ എണ്ണം കുറഞ്ഞു. എല്ലാ വർഷവും 5ഉം 10ഉം സിനിമ എഴുതുന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമയില്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന് ചെറിയ കേടുപാട് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മകനെ മടങ്ങി വരൂ, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരൂ, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് ദ നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ 2 പേരുണ്ട്. ഇല്ല 2 പേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദിലീപേട്ടനും നവ്യയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല, അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, ചിലർ കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്നെ 3-4 തവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണം, ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് കാവ്യനെയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിന് ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ, ഞാൻ ഞാനാണ് വിളിച്ചതിന് ഒരുപാട് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് സന്തോഷവും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡ് കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ഞാൻ പെടില്ല, CM അമ്മ വന്നാൽ മതി. കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുണ്ട്, ചേച്ചിയുണ്ട്, നവ്യയുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ചേട്ടനൊന്ന് വരണം. ധ്യാൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനോ വിനീതിനെ ധ്യാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു.
എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ ആ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യങ്ങൾ. ധ്യാനെ ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ധ്യാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ തൻ്റെ നിലപാടിൽ ഉറച്ച് വളരെ സരസമായി സംസാരിക്കുന്ന ധ്യാനിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ കണ്ടതിൽ ഏറ്റവും എടുക്കാനായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത. പിന്നെ ധ്യാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയാടേ, നീ ഇതൊന്നും ഇങ്ങും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അറിഞ്ഞിരിക്കും അല്ലേ. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ഉർവശി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ഉർവശിയുടെയും ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം ഉർവശിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉർവശിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായ മീൻസ് അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുണ്ട്. കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയിൽ ഉർവശിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്ന ഒരാൾ തന്നെയാണ് ഉർവശി. ചേച്ചി ഇവിടെ നിന്ന് വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 100-150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പം അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. നീതു പുതിയ പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ, നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഈശ്വരനും നന്മകളും നേരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വിസിറ്റർ എന്ന സിനിമയിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. രാഹുലും നീതുവും ചേർന്നാണ് സിനിമയുടെ കഥ പറയാൻ വേണ്ടി വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ഹൊറർ സിനിമ. ഞാൻ ഹൊറർ സിനിമകളൊക്കെ കാണാൻ വളരെ പേടിയുള്ള ഒരാളാണ്. അധികമൊന്നും കണ്ടിട്ടില്ല. അഞ്ചാം പാതിര പോലും വളരെ ബുദ്ധിമുട്ടിയാണ്. അത് ഹൊറർ ജോൺറയാണോ എന്ന് പറയാൻ പോലും കഴിയില്ല. എന്നാലും സിനിമകളൊക്കെ വളരെ ബുദ്ധിമുട്ടി എന്താ പറയുക, കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കുറേ ചെവിയിൽ എയർപോഡൊക്കെ വെച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഹൊറർ സിനിമ കാണുന്നത്. പക്ഷേ എന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിനിമയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം അങ്ങനൊരു ട്രയലാണ്. എനിക്ക് വളരെ ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ജസ്റ്റിസ് ടു ഇറ്റ്. And thank you, Gafurka, for taking an initiative to produce a movie like this with a lot of newcomers in it. And thank you so much, Diliveta, for being here. എല്ലാ കാലത്തും ദിലീപേട്ടനോട് ആദ്യത്തെ സിനിമയിൽ ഇഷ്ടം എന്ന എൻ്റെ സിനിമയിലൂടെ ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ ദിലീപേട്ടൻ്റെയും കൂടി ഒരു യെസ് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് മുതുകുളം പോലുള്ളൊരു നാട്ടിൽ നിന്ന് ഇപ്പോൾ പേര് പറഞ്ഞാൽ അറിയാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്.
അപ്പം അന്ന് ഞാൻ കാലുതൊട്ട് നമസ്കരിച്ചിട്ടാണ് ആദ്യം സിനിമ ഷൂട്ടിംഗ് തീർന്നപ്പോൾ ഞാൻ പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ ബഹുമാനം എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും. ആ സ്നേഹവും ബഹുമാനവും എന്നും തിരിച്ച് തന്നിട്ടുള്ള ഒരു കോ ആക്ടറാണ് ദിലീപേട്ടൻ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഡൂയിങ് ദിസ് ഫേവർ ടു അസ്. പിന്നെ ലിസ്റ്റിൻ ആൻഡ് സന്ദീപ്, സന്ദീപ് എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. അവൻ പക്ഷേ അവൻ്റെ സിനിമയിലൊന്നും തന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഇതുവരെ എനിക്ക് പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നീ ആലോചിക്കണേ. ആൻഡ് ലിസ്റ്റിൻ ഞാൻ തിരിച്ചു വന്ന ഒരുത്തി എന്ന സിനിമയിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് ഞാൻ ലിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് വളരെ സ്നേഹത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാലയളവിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ വളരെ ന്യൂ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. മൊത്തം സിനാരിയോ ഒക്കെ മാറി, പരിചയമുള്ള ആൾക്കാരൊക്കെ മാറി, അങ്ങനെയാണ്. പക്ഷെ എന്നാലും ആ പരിചയക്കുറവിനിടയിലും ഇപ്പോഴും സ്നേഹത്തോടെ എല്ലാവരും നോക്കി കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയ മേജർ രവി സാറിനോടും ഒരുപാട് നന്ദി. അപ്പോൾ സാറിൻ്റെ പേര് ഞാനിങ്ങനെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മേജറൊക്കെ ആണോ? ഞാൻ പറഞ്ഞു ആ മേജറൊക്കെ ആണോ? ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തു. അപ്പോൾ ഈ NSG എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, ഇത്ര വർഷം കമാൻഡോ ആയിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി സായി. അപ്പോൾ എനിവേസ് താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് പിന്നെ ധ്യാൻ എന്നെ ഇങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ? മെസ്സിയുടെ എന്തോ ഒരു കഥ പറഞ്ഞു. അന്ന് ഞാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ധ്യാൻ എന്തൊക്കെ കഥകളാണ് പറയുന്നതെന്ന്. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനോഗ്രേഷന് വന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാൻ എൻ്റെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷേ വെനെവർ ഐ ഫീൽ ലോ, ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇൻ്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിൻ്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷേ ധ്യാൻ എൻ്റെ വലിയൊരു എന്താ പറയുക, എൻ്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ധ്യാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ ധ്യാൻ. അപ്പം എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു.